പാകിസ്ഥാനിൽ അജ്ഞാതൻ വീണ്ടും പണി തുടങ്ങി. കാരണം ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം അജ്ഞാതൻ പാകിസ്ഥാനിൽ ഓരോ തീവ്രവാദികളെയും കൊല്ലുന്നത് തോക്കുകൊണ്ടായിരുന്നു. അവർക്ക് നേരെ ഒരു വെടികൊണ്ട് ഒരു അഭിഷേകം തന്നെ അജ്ഞാതർ അവർക്ക് നേരെ ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഇത്രയും വർഷം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു ആക്രമണ ആയുധവുമായി അജ്ഞാതൻ പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ആയുധത്തിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ രീതി ഇപ്പോൾ പാകിസ്ഥാന് തന്നെ വലിയ രീതിയിലുള്ള ഒരു സംശയം ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയാണോ ചെയ്യുന്നത്, അതോ പാകിസ്ഥാനിൽ നിന്നുള്ള ISI ആണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം തന്നെയാണോ ഇപ്പോൾ നമ്മളെ കൊല്ലുന്നത് എന്നൊരു സംശയം ഇപ്പോൾ ഭീകരർക്ക് ഉണ്ട്. നേരത്തെ തീവ്രവാദികൾക്ക് നേരെ വെടിയുതിർത്തുമ്പോൾ അത് ഇന്ത്യയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അജിത് ഡോവലാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അവർക്ക് വിശ്വസിക്കാമായിരുന്നു. ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പള്ളിയുടെ അകത്ത്, അതായത് മൃദുകയെ പോലെയുള്ള ISIയുടെ ഒക്കെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ തന്നെ ഈ ലഷ്കറി കമാൻഡർമാരൊക്കെ ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ അതിന്റെ അകത്ത് നിന്നുള്ള ആരെങ്കിലും തരുന്ന ഒരു പണിയാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഭീകര സംഘടനകൾക്കുള്ളത്. ഡൽഹിയിലെ ജൻസി സമരത്തിന് ഇന്ധനം പകർന്ന ലഷ്കർ ഇ തോയ്ബയുടെ വിദ്യാർത്ഥി വിഭാഗം നേതാവിനെയാണ് അജ്ഞാതർ അങ്ങ് തീർത്തത്. ലഷ്കർ ഇ തോയ്ബയുടെ സോഷ്യൽ മീഡിയ തലവൻ ആദിൽ അസ്മലിനെയാണ് അജ്ഞാതർ തീർത്ത് കളഞ്ഞത്. അതായത് ആദിൽ അസ്മായിൽ മിനിഞ്ഞാന്നാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിലാവുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അത് പൂർണ്ണമായി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന വാർത്ത. ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന ലഷ്കർ ഇ തോയ്ബയുടെ വിദ്യാർത്ഥി ഭാഗമായ ഇസ്ലാമി ജമാഅത്ത് തൊലബയുടെ മുഖപത്രമായ അഖ്ബാർ ഇ തൊലബയുടെ ഡെപ്യൂട്ടി എഡിറ്ററാണ് ആദിൽ അസ്മയിൽ. ഇന്ത്യക്കെതിരെ ഫേക്ക് വീഡിയോ ഉണ്ടാക്കുക, ഇക്കഴിഞ്ഞ ഡൽഹിയിലെ ജൻസി സമരത്തിന് ഇന്ധനം പകരാനായി ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ എക്സിലും ജിഹാദി വിഷം തുപ്പുന്ന ഫേസ് വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ച തലച്ചോറിന്റെ ഉടമയാണിത്. കൂടാതെ കാശ്മീരിലെ ഇന്ത്യയിലെ നാനാഭാഗത്തുള്ള യുവാക്കളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നതാണ് ഇവന്റെ പ്രധാനപ്പെട്ട ജോലി. ലാഹോറിലെ പഞ്ചാബിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 11 മരിച്ചുവെങ്കിൽ ഇന്നലെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. 3 ദിവസം മുമ്പ് നടന്ന മറ്റൊരു മരണവും ഇതിൽ പ്രധാനമായി തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ആദിൽ അസ്ലം മരിക്കുന്നതിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് 9 ഇതേ ലാഹോറിൽ തന്നെ മൃദുകയിലെ LET മർക്കസിനോട് ചേർന്നുള്ള പള്ളിയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ലഷ്കർ ഇ തോയ്ബയുടെ മുതിർന്ന കമാൻഡറായ ഖാരി സെയ്ദ് അബ്ദുൽ അസീസ് ഛർദിച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു വാർത്തയും നമ്മൾ കണ്ടതാണ്. അതെല്ലാം പാകിസ്ഥാൻ ചാനലുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഹാഫിസ് സെയ്ദിന് പോലും ഇതേപോലെ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന വാർത്തയാണ് വന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ തീവ്രവാദി നേതാക്കൾക്ക് മാത്രം ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത്? ബുട്ടാവി ഷേഖ്പുര ജയിലിൽ മരിച്ചതും ഇതേ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. കൂടാതെ അസം ചീമ അഥവാ ബാബ അല്ലെങ്കിൽ ബാബാജി എന്നും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. ഈ അസം ചീമയ്ക്ക് 2024 ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ വെച്ച് ഹൃദയാഘാതം മൂലം ഇയാൾ മരിച്ചു. ഇപ്പോൾ ഇവനും ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചിരിക്കുകയാണ്. പള്ളിയിൽ ഭക്ഷണത്തിൽ ആര് വിഷം കലർത്തി എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പള്ളിയിൽ ഭക്ഷണം കഴിച്ചാൽ ചാകും എന്നായാൽ ഇനി ആരും LET കാരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകില്ല.